ഹൃദയരാഗം. രചന റിൻസി പ്രിൻസ്. അവസാനത്തെ ചോദ്യത്തിനും ഉത്തരമെഴുതി പേപ്പറിന്റെ ബാക്കിയുള്ള ഭാഗത്ത് നീട്ടിയൊരു വര കൊടുത്തിരുന്നു ദിവ്യ. പുറകിലേക്ക് നോക്കിയപ്പോൾ നീതു തകൃതിയായ എഴുത്താണ്. എന്താണാവോ ഇത്രയും എഴുതാനുള്ളത്? എങ്ങനെയും പരീക്ഷയൊന്ന് തീർന്നാൽ മതിയെന്ന് മാത്രമായിരുന്നു തന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇനി കുറച്ചു ദിവസത്തേക്ക് സ്വസ്ഥതയുണ്ടല്ലോ. ഓണത്തിന് വേണ്ടി കോളേജ് അടയ്ക്കുകയാണ്. ആ സമാധാനമായിരുന്നു ദിവ്യയുടെ മുഖത്ത്. അതോടൊപ്പം അക്കൗണ്ടൻസി പരീക്ഷയാണ് അവസാനത്തേതെന്ന ആശ്വാസവും. അതിടയിലെങ്ങാനും വരികയാണെങ്കിൽ ബാക്കി വിഷയങ്ങൾ പഠിക്കാനുള്ള ഓർമ്മ പോലും പോകും. അത്രയ്ക്ക് ദേഷ്യമാണ് ആ വിഷയത്തോട്. പേപ്പർ വാങ്ങാനുള്ള ബെല്ലടിച്ചതോടെ ആദ്യം ദിവ്യ തന്നെ എഴുന്നേറ്റിരുന്നു. പേപ്പർ കൊടുത്ത ശേഷം നീതുവിന്റെ മുഖത്തേക്ക് നോക്കി അവൾ. അപ്പോഴും ടീച്ചറുടെ മുഖത്ത് നോക്കി 5 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മാത്രം ഇവൾക്ക് എന്താണ് എഴുതാനുള്ളത്? കുറെ സമയം ചുമ്മാതിരുന്നവളാണ്. ഇപ്പോൾ ബെല്ലടിക്കുന്ന സമയമായപ്പോൾ തകൃതിയായി എഴുത്തു തുടങ്ങി. അവസാനം ടീച്ചറുടെ കയ്യിൽ പേപ്പറും കൊടുത്ത് നീതു വരുന്നതും കാത്ത് ആ കോളേജിന്റെ വരാന്തയിൽ നിൽക്കുകയായിരുന്നു ദിവ്യ. ഇടയ്ക്കിടെ വാച്ചിലേക്ക് സമയം നോക്കുന്നുണ്ട്. അവൾ താമസിക്കുന്നിടത്തോളം താമസിക്കട്ടെ എന്ന് തന്നെയായിരുന്നു ദിവ്യയുടെ ഉള്ളിലും നിറഞ്ഞ ആഗ്രഹം. എങ്കിൽ മാത്രമേ തന്റെ ഉദ്ദേശം നടക്കുകയുള്ളൂ. എത്രയും വൈകുന്നേരമാകുന്നു അത്രയും വൈകുന്നേരമായി വായനശാലയുടെ അരികിൽ കൂടി പോകുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ ഫുട്ബോൾ ഗ്രൗണ്ടും അവിടെ നിൽക്കുന്നതും കാണാൻ ആഗ്രഹിച്ച മുഖവും കാണാൻ സാധിക്കൂ. കുറച്ചു കഴിഞ്ഞ് നീതു അത്ര തെളിഞ്ഞതല്ലാത്ത മുഖത്തോടെ ഇറങ്ങി വന്നിരുന്നു. എന്തുവാടി? വാടിയ മുഖത്തോടെ നോക്കി ചോദിച്ചു. ഒന്നും അറിയില്ലായിരുന്നടി. പിന്നെ അവസാനം ആയപ്പോഴാണ് എന്തെങ്കിലും ഒന്ന് ഋതു കാണിച്ചു തന്നത്. അത് നന്നായിട്ടൊന്ന് എഴുതി വന്നപ്പോഴേക്കും പൂതന പേപ്പർ വാങ്ങിക്കൊണ്ടുപോയി. വേദനയോടെ നീതു പറഞ്ഞു. എനിക്ക് പിന്നെ ആദ്യം മുതലേ ഒന്നും ഓർമ്മയിൽ വന്നില്ല. ആരും കാണിച്ചും തന്നില്ല. അറിയാവുന്ന എന്തൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ജയിക്കുവോടി? പേടിയോടെ നീതു ചോദിക്കുന്നുണ്ട്. ആവോ, ഇനി 10 ദിവസം വരെ ടെൻഷനൊന്നും വേണ്ടല്ലോ. നീ വാ, ബസ് പോയി കാണും. നമുക്ക് മഹാരാജയ്ക്ക് പോവാടി. ദിവ്യ ഒന്ന് കിണുങ്ങി. അതെന്താ? അപ്പോഴത്തേക്ക് ആള് വരും. നിന്റെ ഒരു ഉണക്ക പ്രേമം. നീതു ഒന്ന് ചിരികുട്ടി. ഓടി, അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് സങ്കടം വരും. എടി, പ്രേമിക്കുന്നെങ്കിൽ ഒന്നിക്ക് പറയാനുള്ള ധൈര്യം വേണം. അല്ലെങ്കിൽ പിന്നെ പണിക്ക് നിൽക്കരുത്. പറയാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്, പക്ഷേ പറയാനൊരു മടി. കാരണം പുകച്ചൊന്ന് കിട്ടുന്നോന്ന് ആണോ? പൊടി, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ FBയിൽ പറയാൻ. അമ്മയുടെ ഫോണിൽ നിന്ന് അക്കൗണ്ട് എടുത്ത് 3 ദിവസമായി റിക്വസ്റ്റ് അയച്ചിട്ട് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒന്നിനും നോ റെസ്പോൺസ്. പിന്നെങ്ങനെയാ ഞാൻ പറയാ? ദിവ്യ നിരാശയോടെ ഷാളിൽ വിരൽ കൊരുത്തു പറഞ്ഞു. ശരിക്കും നിനക്ക് തുറന്നു പറയാൻ ധൈര്യമുണ്ടോ? സത്യമായിട്ടും ഉണ്ട്. എങ്കിൽ പുള്ളിയുടെ നമ്പർ ഒപ്പിച്ചു തരാം. ഞാൻ എങ്ങനെ ഒപ്പിച്ചു തരും? നിനക്കാളുടെ നമ്പർ അറിയോ? എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ചേട്ടൻ അറിയാം. ആണോ? എന്നിട്ട് നീ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനും കഴിഞ്ഞ ദിവസമാണ് കാര്യം അറിഞ്ഞത്. ചേട്ടൻ പുള്ളിക്കാരനുമായി ഭയങ്കര ചങ്കാടി ഇപ്പോൾ. അപ്പോൾ നമ്പർ കിട്ടുമോ? കിട്ടും. കഴിഞ്ഞ ദിവസം ചേട്ടനും ആളും കൂടി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ എനിക്ക് പേടിയാവുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞാലോ? അങ്ങനെ വഴക്ക് പറയോ? ഇല്ലായിരിക്കും അല്ലേ? അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. എന്താണെങ്കിലും നീ പറഞ്ഞു നോക്കൂ. നമ്മുടെ നാട്ടിൽ തന്നെ കുറെ പെടക്കോഴികൾക്ക് ഈ പുള്ളിയുടെ ഒരു ക്രഷ് ഉള്ളതുകൊണ്ട് ഇനി വല്ല ലൈനുണ്ടോന്ന് അറിയില്ലല്ലോ. നീ ഇങ്ങനെ എൻ്റെ ഹൃദയം തകർക്കുന്ന വാക്കുകളൊന്നും പറയാതെ അങ്ങനെ വല്ലതും കാണുമോ? അതറിയാലോ വിളിച്ചു ചോദിക്കുമ്പോൾ. നാളെ തന്നെ ഞാൻ നിനക്ക് നമ്പർ കൊണ്ടുതരാം. ശരി, നീ എവിടെ നിന്ന് വിളിക്കും? അമ്മയുടെ ഫോണിൽ? അത് വേണ്ട, തിരിച്ചങ്ങോട്ട് വിളിച്ചാ വീട്ടിൽ മനസ്സിലാവില്ലേ? അത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോയിൻ ബോക്സിൽ നിന്ന് വിളിക്കാം. അയ്യോ, അതാരെങ്കിലും കണ്ട് അച്ഛനോടോ മറ്റോ പറഞ്ഞാലോ? പിന്നെന്താ ചെയ്യാ? നിന്റെ ഫോണിൽ വിളിച്ചാലോ? നഖം കടിച്ചുകൊണ്ട് ദിവ്യ ചോദിച്ചു. അയ്യടി, എന്നിട്ട് വേണം ചേട്ടനോട് പറഞ്ഞ് എനിക്ക് അടി കിട്ടാൻ. പിന്നിപ്പോൾ നമ്മൾ എന്താ ചെയ്യാ? നാളെ നീ പുസ്തകം എടുക്കാനാണെന്നും പറഞ്ഞിറങ്ങിയാൽ മതി. നമുക്ക് അവിടെ കോയിൻ ബോക്സിൽ നിന്ന് വിളിക്കാം. അച്ഛനൊന്നും കാണില്ല, നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാല്ലേ? അങ്ങനെ ഒരു സമാധാനത്തിലാണ് ബസ്സിലേക്ക് കയറിയത്. എല്ലാവരും കയറിയതിനു ശേഷമാണ് കോളേജ് കുട്ടികളെ ബസ്സിലേക്ക് കയറ്റിയത്. അതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ നിന്നു. പിന്നെ ബസ്സിലേക്ക് കയറിയപ്പോൾ മുതൽ ചങ്കിടിക്കാൻ തുടങ്ങി. യാത്രയിലുടനീളം ബസ്സിലെ പ്രണയഗാനങ്ങൾ ആ ഒരുവനെ മാത്രം ഓർമ്മിപ്പിച്ചു. കവലയിൽ വരെ വണ്ടി പോകുമെങ്കിലും വായനശാലയുടെ അവിടെ ഇറങ്ങി നീതുവിനോടൊപ്പം നടന്നാണ് പോകാറുള്ളത്. അതിന് പിന്നിലെ ഗൂഢ ഉദ്ദേശം ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആളുണ്ടാവുമെന്നുള്ളതാണ്. എപ്പോഴും കാണാം വിയർത്ത് കുളിച്ച് ഒരു ജേഴ്സിയുമായി ഫുട്ബോൾ കളിച്ചുകൊണ്ടുള്ള രൂപം. 10ാം ക്ലാസ്സിലെ സമയത്താണ് ആദ്യമായി ആളോടൊരു ഇഷ്ടം തോന്നുന്നത്. കൂട്ടുകാരികൾക്കെല്ലാം പ്രണയമുണ്ടായിരുന്നു. അന്ന് തനിക്കതില്ലാത്തത് വലിയൊരു നാണക്കേടായി തോന്നിയിരുന്നു.
ആ ഒരു വിഷമത്തിൽ നടന്നു വരുന്ന സമയത്താണ് ഒരിക്കൽ ഒരു പ്രായമായ വല്യമ്മയെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്ന ആളെ കണ്ടത്. പിന്നെ ആ മുഖം പലവട്ടം കണ്ടു. ഈ നാട്ടിൽ തന്നെയുള്ള ആളാണെന്നറിഞ്ഞു. അന്നു മുതലാണ് ഒരിഷ്ടം മനസ്സിലേക്ക് ചേക്കേറുന്നത്. ആ കാര്യം നീതുവിനോട് പങ്കുവച്ചപ്പോഴായിരുന്നു അറിഞ്ഞത്. ആൾക്ക് ജോലിയൊന്നുമില്ലെന്നും ഡിഗ്രി കഴിഞ്ഞ് എന്തൊക്കെയോ പഠിക്കുകയാണെന്നും ഒക്കെ. പിന്നെ ആളുടെ അമ്മയെപ്പറ്റിയും നാട്ടിലാർക്കും അത്ര നല്ല അഭിപ്രായങ്ങളൊന്നും അല്ല ഉള്ളത്. പണ്ട് എപ്പോഴൊക്കെയോ മോശം രീതിയിൽ നടന്ന സ്ത്രീയാണെന്നും പിന്നീട് രണ്ടാം വിവാഹം കഴിച്ച് നിൽക്കുകയാണെന്നും ഒക്കെയാണ് പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും ആ രൂപം മനസ്സിൽ മായ്ക്കാൻ പറ്റാത്തത്ര ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. 4 വർഷത്തോളം ഉള്ളിലുള്ളിഷ്ടം കൊണ്ടു നടന്നു. ഇനിയും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നി. ഇതിനിടയിൽ പലവട്ടം ആളെ കണ്ടു. ഒരിക്കൽ പോലും മുഖത്തേക്ക് പോലും നോക്കിയിട്ടില്ല. പൊടി പറത്തി ബൈക്കിൽ സ്പീഡിൽ പോകുന്നത് കാണാം. എപ്പോഴും മുഖത്തെ ഭാവം ഗൗരവമാണ്. വായനശാലയുടെ അരികിലേക്ക് നടന്നപ്പോൾ കാലുകൾക്ക് പതിവിലും വേഗത കൂടിയതുപോലെ. ഹൃദയം കർമാതീതമായി ഇടിക്കാൻ തുടങ്ങുന്നു. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെയാണ് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് നോക്കിയത്. പക്ഷേ പ്രതീക്ഷിച്ച രൂപം അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മുഖത്തെ ഉത്സാഹം മുഴുവൻ നഷ്ടമായി. വീണ്ടും ഓരോ മുഖങ്ങളിലും കണ്ണുകൾ പരതി നടന്നു. തേടിയതിനെ മാത്രം കണ്ടിരുന്നില്ല. ഏറെ വിഷമത്തോടെ നീതുവിന്റെ മുഖത്തേക്ക് നോക്കി. എന്തെങ്കിലും തിരക്ക് വന്നു കാണും, അതാകും വരാത്തത്. സാരമില്ല, നമുക്ക് നാളെ വിളിക്കാം. ശരി. അങ്ങനെ അവളോട് പറയുമ്പോഴും ഒരു സന്തോഷം മുഖത്തുണ്ടായിരുന്നില്ല. നേരെ കവലയിലേക്ക് കയറി. നീതു യാത്ര പറഞ്ഞുപോയി. ഞാൻ അച്ഛന്റെ കടയിലേക്കും. പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയും എല്ലാം ഉള്ള കടയാണ്. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നേരെ കടയിലേക്കാണ് കയറുക. വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അച്ഛൻ അത് അപ്പോൾ തന്നെ തന്നുവിടും. കടയിലേക്ക് കയറിയപ്പോൾ തന്നെ ചിരിയോടെ അച്ഛന്റെ അരികിൽ വന്നു. എനിക്കായി കരുതിയിരുന്ന ഒരു പൊതിക്കെട്ട് തന്നു. അതിലൊരു വെട്ടുകേക്കായിരുന്നു. ചില ദിവസം ഉഴുന്നുവടയോ ബോണ്ടയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്കായിട്ട് അച്ഛൻ കരുതി വെക്കുന്നതാണ്. പരീക്ഷ ആയതുകൊണ്ട് സമയം സന്ധ്യയോടടുക്കാൻ തുടങ്ങിയിരുന്നു. പകലോൻ സാഗരത്തിന്റെ ആഴങ്ങളിൽ ഒളിക്കാൻ ധൃതി കൂട്ടുന്നു. ചെമ്മാനം പൂത്തു തുടങ്ങി. ചെറിയൊരു കവർ അച്ഛൻ കയ്യിൽ തന്നു. കുറച്ചു മുമ്പ് വാങ്ങിയതാണ്. കുറച്ച് മീൻ. ചീത്തയാകും മുൻപ് അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക്. വൈകിട്ട് മുളകിട്ട് കറി വയ്ക്കാൻ പറ. 2 ചെണ്ടമുറിയിനും പുഴുങ്ങിയേക്കാൻ പറ. നിർദ്ദേശങ്ങൾ ഒന്നാകെ തരികയാണ് അച്ഛൻ. ശരി അച്ഛ. അച്ഛനോട് യാത്ര പറഞ്ഞ് റോഡ് കഴിഞ്ഞ ചെമ്മൺ പാതയിലേക്ക് കയറി. സന്ധ്യാസമയമായതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയുമൊക്കെയായി സ്ട്രീറ്റ് ലൈറ്റുകൾ കാണാമായിരുന്നു. താഴേക്ക് നോക്കി നടക്കുന്നതിനിടയിലാണ് പരിചയമുള്ളൊരു ബൈക്ക് ശബ്ദം കേട്ടത്. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടു. ഷർട്ടിന്റെ 3 ബട്ടൺസ് അഴിച്ചിട്ട് കാറ്റിലൂടെ അളകങ്ങൾ പാറി ശരീരത്തിലെ രോമാവൃതമായ രോമങ്ങൾ ഉലച്ചുകൊണ്ട് സ്ഥായിയായ ഗൗരവഭാവത്തോടെ ഒരു രൂപം മുന്നിലേക്ക് പാഞ്ഞു വരുന്നത്. പതിവ് പോലെ പ്രതീക്ഷയോടെ ഒന്ന് നോക്കിയെങ്കിലും ഒന്ന് ഗൗനിക്കുക പോലും ചെയ്യാതെ ആ വണ്ടി എന്നെ കടന്നുപോയിരുന്നു. കാത്തിരിക്കും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി.